ഹലോ, ഹായ്. അപ്പോൾ നമ്മൾ വീണ്ടും താണ്ടൂരിലെ കല്ലിലോടാണ്, മറ്റൊരു കല്ലിലോടാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ലോഡൊക്കെ കയറ്റി നേരത്തെ കയറ്റി നമ്മൾ പുറപ്പെട്ടിട്ടോ. അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ലായിരുന്നു. 1 മണിക്കാണ് ലോഡ് കയറ്റി കഴിഞ്ഞ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഓടി ഹൈവേയിൽ കയറിയിട്ടുണ്ട്. ബാംഗ്ലൂർ ഹൈവേ കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ദാബയിൽ കയറിയിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം ഇതവിടെ 5 മണിയായിട്ട് സമയം. ഉച്ച ഭക്ഷണം കഴിക്കണം. നമുക്ക് സമയം ഇല്ലല്ലോ, ഭക്ഷണം കഴിക്കാനൊന്നും നമുക്ക് സമയമല്ല, സമയത്തിനല്ല. ഇതാ ലോഡൊക്കെ കയറ്റി, ലോഡൊക്കെ ആ വണ്ടിയിൽ. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യത്തെ ലോഡ് നമ്മളിത് കൊടുവള്ളിയാണ്, കോഴിക്കോട് കൊടുവള്ളി. അപ്പോൾ ഇനിയിപ്പോൾ രാത്രി ഭക്ഷണം കഴിക്കണ്ട, ഇനി നേരം വെളുക്കാനൊക്കെ ആകുമ്പോഴത്തേനും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അപ്പോഴത്തേനൊക്കെ വിശക്കുള്ളൂ. ഡ്രൈവർമാരൊക്കെ കുളിക്കാണ്. പിന്നെ ധാബകളിലൊക്കെ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടാവും. നല്ല സുഖമാണ് കുളിക്കാൻ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. കാക്ക പൈസ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാക്ക തംസപ്പ് എടുക്കണം, തംസപ്പ്. അപ്പോൾ യാത്ര തുടരുകയാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ അങ്ങനെ നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ പുറപ്പെടുന്നതിന് മുമ്പ് നിർത്തുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടയറൊക്കെ ഒന്ന് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കണം. ആണി കല്ലൊക്കെ കയറിയത് കാണില്ല, എന്തായാലും പഞ്ചറൊക്കെ ഇട്ടില്ലേ അറിയില്ല. കല്ലിങ്ങനെ കുടുങ്ങി കിടക്കും ടയറിൻ്റെ അടിയിൽ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ തോണ്ടി ഒഴിവാക്കിയാൽ അപ്പോൾ കാക്കാക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ഡ്രൈവർ സീറ്റ്. ഇനി കുറച്ച് നേരം കാക്ക ഇരിക്കട്ടെ, ഹൈവേ അല്ലേ. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളിത് കർണാടക കയറി. കർണാടക ആന്ധ്ര ബോർഡർ. നമ്മൾ സ്ഥിരമായിട്ട് എണ്ണടിക്കണ പമ്പാണ്. നമ്മൾ ഹൈദരാബാദ് പോയപ്പോൾ ഇവിടുന്ന് ഫുള്ളാക്കി പോയതാട്ടോ. ഡീസലും 90-97 ഇവിടുത്തെ റേറ്റ് ഡീസലിന്. നമ്മളിപ്പോൾ 1438 കിലോമീറ്റർ ഇവിടുന്ന് ഫുള്ളാക്കി പോയിട്ട് ഓടിയിട്ടോ. ഇനി ഇവിടുന്ന് വീണ്ടും ഫുള്ളാക്കുകയാണ്. ഇപ്പോൾ കേരള വണ്ടികളാണ് സൈഡാക്കിയിട്ട് കടന്നിട്ടുണ്ട്. ഡീസൽ അടിച്ചുകൊണ്ട് നിൽക്കണം. അപ്പോൾ നമ്മളെ കല്ലൊക്കെ സീറ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ടെന്ന് കരുതണം. ഈ ഇളകലില്ല, കാരണം അത്രയും ടൈറ്റ് ആക്കിയിട്ട് വക്കൽ. ഇങ്ങനെ ഗ്യാപ്പിൽ വെച്ച് കൊടുക്കും. അതിങ്ങനെ ഇളകലിനെ ഇളക്കണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയാൽ സീറ്റിംഗ് ആവും. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഡീസലടി ഫുള്ളായിട്ടുണ്ട്. നമുക്ക് 300 ലിറ്റർ നമുക്ക് വന്നത് കേട്ടോ ഡീസൽ. നമുക്കൊരു 300 കിലോമീറ്ററിൻ്റെ അടുത്താണ് നമുക്ക് ഗുണ്ടൽപെട്ട വരുന്നത്. അവിടെ പോയിട്ട് ഒന്നുകൂടി ഫുള്ളാക്കണം. നമുക്ക് യാത്ര തുടരാം. കാക്കാനെ കുറച്ച് നേരം ഉറക്കത്തിന് വിട്ട് നമ്മൾ ഹൈവേ നിന്ന് മാറിയതാണ്. 12 മണിക്ക്
പിന്നെ അവിടുന്ന് ചെറിയ റോഡാണ്. അപ്പോൾ റോഡിൽ കാക്കാക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ നമ്മളതാ മൈസൂർ ബൈപ്പാസിലാണ്. നേരെ 8:30 മണി ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ശ്രീരംഗപട്ടണം വഴിയാണ് ഇപ്പോൾ ഇപ്രാവശ്യം വന്നത്. അപ്പോൾ അത് വരുമ്പോൾ നമുക്കതിൽ സന്തോഷത്തിനുള്ള വകുപ്പുണ്ട്. അപ്പോൾ ശ്രീരംഗപട്ടണത്ത് ഒരു RTO അത് കഴിഞ്ഞൊരു 10-15 കിലോമീറ്റർ പോകുന്നിടത്ത് ബൈപ്പാസിലൊരു RTO ഒരാൾക്കിങ്ങനെ RTOനെ കാണാൻ വേണ്ടി പോയതാണ്. 2 RTO ആണ് 15 കിലോമീറ്റർ അടിയിൽ. വരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഗുണ്ടൽപേട്ട കഴിഞ്ഞിങ്ങനെ കാട്ടിൽ കയറിയതിന് മുമ്പ് സൈഡാക്കി ഇട്ടതാണ് വണ്ടി. നമ്മൾ വൈകിട്ട് ഇങ്ങനെ കയറാമെന്ന് കരുതിയിട്ട്, മറ്റേത് തിരക്കായിരിക്കും. ബത്തേരി കൽപ്പറ്റ ബൈപ്പാസിന് പോകേണ്ടി വരും നമ്മൾ പകലാകുമ്പോൾ. അപ്പോൾ രാത്രി ആകുമ്പോൾ നമുക്ക് ടൗൺ കൂടെ പോകാം. മറ്റേത് ബൈപ്പാസ് കാരണം ഭയങ്കര ബുദ്ധിമുട്ട്, മല കയറി ഇറങ്ങണ്ടേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ സൈഡാക്കിയിട്ടാണ് വൈകിട്ട് ഇങ്ങനെയൊക്കെ പോയാലേ നല്ല ബുദ്ധിമുട്ടില്ലാതെ പോകാമെന്ന്. നമ്മുടെ ബൈപ്പാസുകളൊക്കെ നല്ല അടിപൊളി ബൈപ്പാസുകളാണ്. എല്ലാ ബൈപ്പാസുകളും നമ്മൾ എന്താ പറയുക, ചുറ്റി മൂക്ക് പിടിക്കണ മാതിരിയല്ല. അപ്പോൾ അത് ഒഴിവാക്കാമെന്ന് കരുതിയിട്ട് ഇങ്ങനെ സൈഡാക്കിയതാണ്. അപ്പോൾ സമയം 5 മണി ആയിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം വിശ്രമിച്ച് ഇങ്ങനെ ഇരുന്നതാണ്. ഒരു 5:30 മണിയാകുമ്പോൾ അങ്ങനെ എടുത്ത് അതൊക്കെ അങ്ങനെ പോയാൽ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ പോകാം. അതുപോലെ നാളെ രാവിലെ അല്ലേ ലോഡ് ഇറക്കുള്ളൂ. അപ്പോൾ നമ്മളിത് ആ സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇന്നലെ രാത്രി 12 മണിക്കാണ് സൈറ്റിലെത്തിയത്. ഇതാണ് ഷോപ്പ്, സ്റ്റോൺ ഏജ്. അതല്ലേ നല്ല അടിപൊളി ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട്. നല്ല പുഴയിലൊക്കെ ഉള്ള നല്ല ഉരുളക്കല്ല്, നല്ല ചാതിരക്കല്ല് ഒക്കെ ഉണ്ട്. നമ്മൾ അൺലോഡിങ് നടന്നുകൊടുക്കും. നമ്മളിപ്പോൾ കൊടുവള്ളിയാണ്. കൊടുവള്ളി കഴിഞ്ഞു. നല്ലത് നമുക്ക് ഇത് വേറെ ഷോപ്പാണ്. ഇനി നമുക്ക് സൈറ്റിൽ കുറച്ച് കൊടുക്കാനുണ്ട് സാധനം. ഒരു മുക്കാൽ ഭാഗം നമുക്കിവിടെ ലോഡ് ഇവിടെ ഇറങ്ങും. സ്റ്റോൺ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇതൊക്കെ അവിടെ ഷോപ്പാണ്. പലവിധം പലതരത്തിൽ ഭംഗി കൂട്ടാൻ, വീടിന് അലങ്കാരം കൂട്ടാൻ. വീട്ടിൽ മുറ്റത്തൊക്കെ അങ്ങനെ വിരിച്ച് ഇരിക്കട്ടോ. ആദ്യം വീട് വേണം. ചെറിയ കല്ല് ചെറുവണ്ടി ചാരിട്ടിട്ട് നല്ല ഐഡിയപരമായിട്ടില്ലല്ലോ ഇറങ്ങണം. അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സൈറ്റിൽ പോകണം. ഇവിടെ തീരട്ടെ. ആവശ്യക്കാർക്ക് ബന്ധപ്പെടാം. നമ്പർ ഇതാക്കണം, സ്റ്റോൺ ഏജ്.
അപ്പോൾ നമ്മളിതാ രണ്ടാമത്തെ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ലോഡുള്ളൂ കേട്ടോ, ഒരു വണ്ടിക്കുള്ളത്, ചെറുവണ്ടിക്ക് ഒരു വണ്ടിക്ക് കുറഞ്ഞ സാധനമുള്ളൂ. ഇത് മാവൂരാണ്, കോഴിക്കോട് മാവൂര്. ഒരു വണ്ടിയില്ല, രണ്ട് വണ്ടി രണ്ട് ലോഡ് അടിച്ചിട്ടുണ്ട്. ഈ റോഡ് നേരെ പോയാൽ നമുക്ക് അരീക്കോറോട്ട് പോയി ചാടാം. ഇതിങ്ങോട്ട് പോയാൽ എടവണ്ണപ്പാറ റോഡ്. രണ്ടാളുള്ളൂ, അതുകൊണ്ട് സ്ലോ ആയിക്കാരും പണി. അപ്പോൾ ചങ്ങായിമാരെ നമ്മുടെ ലോഡ് ഇതാ കാലിയായി. സമയം ഇതാ ഇപ്പോൾ 1:30 മണി, 1:45 കേട്ടോ ചെറുവണ്ടിക്ക്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ. പൊട്ടി പീസ് അപ്പോൾ വണ്ടിയിലും കുറേ പൊട്ടി പീസാണ്. അപ്പം ഇനി നേരെ നാട്ടിൽ പോവാം. ഇനി ഇലക്ഷൻ കഴിയട്ടെ. 11-ാം തീയതി ഇലക്ഷനല്ല, 11 വൈകിട്ടോ 12-ാം തീയതി എന്തെങ്കിലും ലോഡ് അടുത്ത് സെറ്റാക്കണം. ലോഡൊക്കെ വളരെ കുറവാണ്, നിൽക്കാൻ പറ്റില്ലല്ലോ, കിട്ടുന്ന ലോഡൊക്കെ എടുത്ത് ഓടണ്ടേ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, അതിനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണുവരെ എല്ലാവർക്കും ബൈ.